പക്ഷേ അതേസമയം ഇപ്പോഴും അതൊന്നും ഇല്ലാതെ സിനിമ 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 എന്ന് പറഞ്ഞ് ജീവിതം ഏറെക്കുറെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അവരുടെ വിഷമങ്ങൾ കാണുമ്പോഴും നമ്മളിത് ചെയ്യും. അപ്പോൾ അവന് നമ്മളിത് കൊടുത്തിട്ട് അവനോട് പറയണം, എടാ അതെ നീ ഈ കഥയൊന്ന് മാറ്റി പിടിക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇത് ഈ പരിപാടി വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞാൽ അവന് ചിലപ്പോൾ പിന്നെയും അവൻ വിചാരിക്കും ഒന്നും അല്ലെങ്കിലും സാഹചര്യത്തിന് ഹെൽപ്പ് ചെയ്തിട്ടാണല്ലോ അത് പറയുന്നത്. അത് ഉപദേശം കൊടുക്കുമ്പം അവരവൻ്റെ സാഹചര്യം കൂടി അറിഞ്ഞു കൊടുക്കണം. അതാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് നമ്മളിപ്പം ഉപദേശമൊക്കെ നല്ലതാണ്, ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ അർഹത പറയാൻ ഉപദേശിക്കാനുള്ള അർഹത കൂടി നേടിയവനായിരിക്കണം ഉപദേശിക്കേണ്ടത്, അല്ലാതെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. ഈ അഖിൽ മാരാറിൻ്റെ വ്യക്തിത്വം ചിലപ്പോഴൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. താങ്കൾ പറയുന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ താങ്കളുടെ നിലപാടുകൾ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർ ചിലപ്പോൾ പറയുന്നത് അവൻ അഹങ്കാരിയാണ് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവനാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ താങ്കളുടെ സ്വഭാവത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു 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 ഫാക്ട് എന്ന് പറയുന്നത് എന്തായിട്ട് സ്വയം വിലയിരുത്തിയിട്ടുണ്ടോ? ഞാൻ മറ്റുള്ളവരുടെ നന്മയെ കരുതി മുൻകൂട്ടി, അതായത് കാലത്തെ മുൻകൂട്ടി കണ്ട് പറയുന്ന എല്ലാ തീരുമാനങ്ങളിലും എന്നെ ആൾക്കാരെൻ്റെ ശത്രുക്കളായിട്ടുണ്ട്. അവർക്കിത് മനസ്സിലാക്കി വരാൻ ഒരു 3 വർഷമെങ്കിലും എടുക്കും. പിന്നീട് വരെല്ലാവരോടും മാപ്പും പറഞ്ഞിട്ടുണ്ട്. ശത്രുക്കളും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, എൻ്റെ ഏറ്റവും ഇന്നും ഈ നിമിഷങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അത് അതായത് എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഒരാളൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം കൊണ്ട് സംഭവിക്കാൻ പോകുന്ന ഇത് എന്താകുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നമുക്ക് പല ആൾക്കാർ നശിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഇതൊക്കെ ആകും എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഇത് തന്നെ ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളടുത്തും പലപ്പോഴും ഞാൻ പറയാറുണ്ട്. അതായത് നമുക്ക് ദൈവം തന്ന ഈ ഒരു കഴിവ് വെച്ചിട്ട് അല്ലെങ്കിൽ അത് നീ ചെയ്യുന്നത് ശരിയല്ല, അത് പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ ഇവർ അതിനെ വേറൊരു തലത്തിലായിരിക്കും കാണുന്നത്. അവർ വിചാരിക്കും, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു കാര്യം വാങ്ങാൻ പോകുന്നു, എടുക്കാൻ പോകുന്നു, അപ്പോൾ അവർ വിചാരിക്കും അപ്പോൾ ഇവനെന്തെങ്കിലും ഇനി അസൂയ ഉണ്ടാകും, അല്ലെന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നതിനകത്ത് ഇവനെന്താണ് പ്രശ്നം എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള കൊച്ചു കൊച്ചു ചിന്തകളുടെ പുറത്ത് നടക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അത് ഞാൻ പറയുന്നത് അപ്പോഴും ഞാൻ ക്ലാരിറ്റിയോടുകൂടിയാണ് പറയുന്നത്. അതിൻ്റെ റിസൾട്ട് ഇന്നത് ഇങ്ങനെ പറയും. ഈ ആൽക്കമിസ്റ്റ് പുസ്തകത്തിൽ ഈ പൗലോ കൊയ്ലോയുടെ പുസ്തകം ഉണ്ടല്ലോ, അതിനകത്ത് പറയുന്നുണ്ടല്ലോ, ഫാത്തിമയെ ഇപ്പോൾ കല്യാണം കഴിച്ചാൽ ആദ്യത്തെ 1 വർഷം നീ സന്തോഷത്തോടുകൂടി ജീവിക്കും, അത് കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പതിയെ വന്നു തുടങ്ങും, 3-ാമത്തെ വർഷം ആകുമ്പോഴത്തേക്ക് നിൻ്റെ ലക്ഷ്യം നിന്നെ തേടിയെത്തും,